ചെയ്ത പാപങ്ങൾ മറന്നു കളഞ്ഞ സ്നേഹമേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, എസെക്കിയേലിന്റെ പുസ്തകം 36-34. വഴിപോക്കരുടെ ദൃഷ്ടിയിൽ ശൂന്യമായി കിടന്ന വിജനപ്രദേശത്ത് കൃഷി ഇറക്കും. എസെക്കിയേലിന്റെ പുസ്തകം 36-34. കാണുന്നവരുടെ മുമ്പിൽ, വഴിപോക്കരുടെ മുമ്പിൽ, സഞ്ചാരികളുടെ മുമ്പിൽ ഒന്നുമില്ലാതെ ശൂന്യമായി കിടന്ന വിജനപ്രദേശത്ത് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു വിത്ത് പോലും വിതച്ചാൽ ഗുണം പിടിക്കില്ല എന്ന് കരുതിയ വെറും വിജന പ്രദേശത്ത്, തരിശ് ഭൂമിയിൽ ദൈവം ഒരു പുതിയ പ്രവൃത്തി ചെയ്യും. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി ഇത് തന്നെയാണ്. ആളുകളും ബന്ധുക്കളും സ്നേഹിതരുമൊക്കെ എന്നെക്കൊണ്ട് ഒരു ഗുണവുമില്ലെന്നും ഒരു പ്രാപ്തിയില്ലെന്നും നീ ഒന്നും ഒരു പരിധിക്കപ്പുറം ഉയരില്ലെന്നും പറഞ്ഞതാണ്. വഴിപോക്കരുടെ ദൃഷ്ടിയിൽ വെറും ശൂന്യമായി കിടന്ന, പഠിപ്പില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത, എഫിഷ്യൻ്റ് അല്ലാത്ത വിജനമായ കൃഷിഭൂമിയിൽ ദൈവം തൻ്റെ കൃഷി ഇറക്കും. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തി. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എഫിഷ്യൻസിക്കും പ്രാപ്തിക്കും മാത്രം വില കൊടുക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ, വഴിപോക്കരുടെ മുമ്പിൽ തികച്ചും ശൂന്യമായി കിടന്ന വിജനപ്രദേശത്ത്, ഒരു കള്ളിമുൾച്ചെടി പോലും കായ്ക്കാത്ത, പൂക്കാത്ത പ്രദേശത്ത് ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ വിത്തെറിയും. ഈ വിത്ത് നിന്നിൽ വീണാൽ നീ ഫലസമൃദ്ധമായ വയലിനെ തൊപ്പിക്കുന്ന വിളവയലായി മാറുകയും ചെയ്യും. ഈ വചനം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. വഴിപോക്കരുടെ മുമ്പിൽ ശൂന്യമായി കിടന്ന വിജനപ്രദേശത്ത് ദൈവം ഒരു കൃഷി ഇറക്കും. ആ കൃഷി ഇറക്കുന്ന വിളഭൂമിയായി മാറാൻ എൻ്റെ ഹൃദയത്തെ വിട്ടുകൊടുത്ത് അഭിമാനത്തോടെ നീങ്ങാം. ആമേൻ. ആമേൻ. ആമേൻ.